أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين إن هو إلا رجل به جنة فتربصوا به حتى حين. സൂറത്തുൽ മുഅ്മിനൂൻ 24:5. ഫഖാലൽ മലഉ, അപ്പോൾ പ്രമാണിമാർ പറഞ്ഞു, അല്ലദീന കഫറു, നിഷേധിച്ചവരായ, മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്നുള്ള, മാ ഹാദാ, ഇതല്ല, ഇല്ല ബഷറുൻ, ഒരു മനുഷ്യനല്ലാതെ, മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ള, യുരീദു, അയാൾ ഉദ്ദേശിക്കുന്നു, അൻ യതഫല്ലല അലൈക്കും, നിങ്ങൾക്ക് മേൽ ശ്രേഷ്ഠനാവാൻ, വലൗ ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലഅൻസല, അവൻ ഇറക്കിയേനെ, മലായിക്കത്തൻ, മാലാക്കമാരെ, മാ സമിഅന, ഞങ്ങൾ കേട്ടിട്ടില്ല, ബിഹാദ, ഇതേപ്പറ്റി, ഫി ആബായിന, ഞങ്ങളുടെ പിതാക്കളിൽ, അൽ-അവ്വലീൻ, മുൻഗാമികളായ, ഇൻ ഹുവ, ഇതല്ല, ഇല്ലാ റജുലുൻ, ഒരുത്തനല്ലാതെ, അഥവാ ഒരു മനുഷ്യനല്ലാതെ, ബിഹി, അവനുണ്ട്, ജിന്നത്തുൻ, ഭ്രാന്ത്, ഫതറബ്ബസൂ, അതിനാൽ നിങ്ങൾ കാത്തിരിക്കുവീൻ, ഹത്താ ഹീൻ, ഒരു സമയം വരെ. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയോട് അദ്ദേഹം പറഞ്ഞതാണ് കഴിഞ്ഞ ആയത്തിലുള്ളത്. യാ ഖൗമി അഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. അതിന് അവിടുത്തെ പ്രമാണിമാർ മറുപടി പറഞ്ഞു. നബിമാരെല്ലാവരും പ്രമാണിമാരോടും ഭരണാധികാരികളോടും സാധാരണക്കാരോടും എല്ലാവരോടും ഒരു കാര്യമാണ് പറയുക. പക്ഷേ സാധാരണക്കാർ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുങ്ങുമല്ലോ എന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാർ എല്ലാ നബിമാരുടെയും കാലത്ത് അതിനെതിരെ രംഗത്ത് വരും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് പോലെ പണ്ട് ചെയ്തവരുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയിലെ പ്രമാണിമാരുടെ കഥ പറയുകയാണ്. നൂഹ് അലൈഹി സ്വലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ എതിരാളികളായ പ്രമാണിമാരുടെയും. നൂഹ് അലൈഹി സ്വലാമിൻ്റെ പ്രബോധനത്തിനെ എതിർത്തുകൊണ്ട് അവർ പറഞ്ഞു, അതാണ് ഫഖാൽ മലഉല്ലദീന കഫറു മിൻ ഖൗമിഹി മാ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും, ഇത് നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ അല്ലാതെയല്ല, അഥവാ ഇതൊരു വെറും മനുഷ്യനാണ്, അല്ലാതെ ഇദ്ദേഹം റസൂലാണ്, നബിയാണെന്ന് പറയുന്നതൊന്നും അതൊന്നും ഒരു കാര്യമില്ല. എല്ലാ കാലത്തും റസൂലുള്ളാഹിമാർക്കെതിരെ എഴുതി വിട്ടിരുന്ന ആരോപണങ്ങളിൽ ഒന്നതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും, ഇവൻ നമ്മളെപ്പോലെ, ഇയാൾ നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്, അല്ലാതെ നബിമാരൊന്നുമില്ല, മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന, ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് നിങ്ങൾ എന്നൊക്കെ എല്ലാ നബിമാരോടും പറഞ്ഞിട്ടുണ്ട്. മാലി ഹാദർ റസൂൽ യഅ്കുലൂന തആമ വയംശൂന ഫിൽ അസ്വാഖ്, നമ്മളെപ്പോലെ എന്ന് പറയുന്നതിന് അവർ തന്നെ നൽകുന്ന വിശദീകരണമാണ്. ഇതെന്ത് റസൂലാണ്, അങ്ങാടിയിലൂടെയൊക്കെ നടക്കുന്നു, അതുപോലെ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ കുട്ടികളും കുടുംബവുമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ നബിമാർ റസൂലുമാർ എന്നൊക്കെ പറഞ്ഞാൽ ആത്മീയമായി ഉയർന്ന ആളുകൾ എന്നാണല്ലോ സമൂഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ്.
അങ്ങനെ ആത്മീയമായി ഉയർന്ന ആളുകൾ ജനങ്ങൾക്കിടയിലൊന്നും ഇറങ്ങാതെ ഏതോ ഗോപുരവാസികളായി ദന്തഗോപുരവാസികളായിട്ടോ കൊട്ടാരവാസികളായിട്ടോ നന്ന ചുരുങ്ങിയത് കാട്ടിൽ ഒക്കെ ഈ ആശ്രമം ഉണ്ടാക്കി അതിൽ താമസിക്കുന്നവരായിട്ടോ അങ്ങനെയൊക്കെ വേണം മനുഷ്യർ ദൈവത്തിലേക്ക് അടുത്ത ആളുകളും ദൈവത്തിലേക്ക് വിളിക്കുന്ന ആളുകളുമൊക്കെ ആണെങ്കിൽ വേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ കച്ചവടത്തിലും മാർക്കറ്റിലും രാഷ്ട്രീയത്തിലുമൊക്കെ തലയിട്ടുകൊണ്ട് ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുക, അത് സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്, അല്ലാതെ ഇത് നബിയൊന്നുമല്ല എന്നവർ പറഞ്ഞു. യുരീദു അൻ യതഫല്ലല അലൈക്കും. പിന്നെ ഒരു പ്രശ്നമുണ്ട്, അവൻ നിങ്ങളുടെ മേൽ ശ്രേഷ്ഠനാകാൻ ഉദ്ദേശിക്കുന്നു എന്ന് എതിരാളികൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ തഫല്ലുല് മനുഷ്യൻ എല്ലാവരെക്കാളും മെച്ചപ്പെട്ടവനാകണം ഞാൻ എന്ന് ധാർമ്മിക നിലവാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ആഗ്രഹിക്കേണ്ടതാണ് ഫضല്. എന്നാൽ ഇവർ പറയുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഫضല് എന്ന് പറഞ്ഞത് നേതാവാകുക, അധികാരിയാകുക, ഇങ്ങനെയൊക്കെയുള്ള സമ്പന്നനാകുക, ഇതൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നതും അത് തന്നെയാണ്. നിനക്കെന്താ വേണ്ടത്? അധികാരമാണോ, പണമാണോ, പെണ്ണാണോ, അല്ല വല്ല രോഗവുമാണോ എന്നൊക്കെയാണ് അബൂ താലിബ് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നത്. അതേ ചോദ്യം പുതിയതല്ല. നൂഹ് അലൈഹി സ്വലാമിനോട് ചോദിക്കപ്പെട്ടത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ ഇത് പറയുന്നതിലൂടെ. യുരീദു അൻ യതഫല്ലല അലൈക്കും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബിമാരെല്ലാവരും എവിടെയോ സാധുക്കളായിട്ട് ഉപദേശികളായി കഴിഞ്ഞുകൂടാനല്ല, ഒരു സമൂഹത്തെ അടിമുടി മാറ്റിപ്പണിയുന്ന ദൗത്യമാണ് അവരേറ്റെടുത്തിരുന്നത്. സൂറത്തുൻ നഹ്ലിൽ വന്നിട്ടുണ്ടല്ലോ, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ ഉമ്മത്തിലും റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട് ഇബാദത്ത് അള്ളാഹുവിനാകാൻ. അഥവാ മനുഷ്യരെല്ലാവരും അള്ളാഹുവിനെ യജമാനനായി സമ്മതിച്ച് അവനെ അനുസരിച്ച് അവനെ ആരാധിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാകാൻ. വജ്തനിബു താഗൂത്ത്, സകല ദൈവധിക്കാര ശക്തികളെയും അഥവാ പിശാച്ചിനെയും പിശാച്ചിൻ്റെ ആശയങ്ങളും നിലപാടുകളെയും പിന്തുടരുന്ന നേതാക്കളെയും അതുപോലെ അധികാരികളെയും അങ്ങനെ സകല പിശാച്ചുക്കളെയും വർജിക്കുവാനുമാണ് റസൂലുള്ളാഹിമാരെ അയച്ചത്. അതിന് തന്നെയാണല്ലോ നൂഹ് നബി അലൈഹി സ്വലാമിനെ അയച്ചിട്ടുണ്ടാകുക. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായി പണിയെടുക്കുക സമൂഹത്തിൻ്റെ സമൂലമായ മാറ്റത്തിനും സമൂലമായ സംസ്കരണത്തിനും വേണ്ടിയാണ്. അല്ലാതെ എവിടെയോ ഇരുന്ന് ധാർമ്മിക ഉപദേശങ്ങൾ പ്രക്ഷേപണം ചെയ്ത് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളല്ല റസൂലുള്ളാഹിമാർ. യൂസുഫ് അലൈഹിസ്സലാം രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് കൊടിയ ക്ഷാമം വരാൻ പോകുന്നു എന്നാണ്. എങ്ങനെ നേരിടണം എന്നുള്ള വിദ്യയും പറഞ്ഞു കൊടുത്തു. എന്നാലും ആശങ്കകളൊക്കെ സ്വാഭാവികമാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത്, പിന്നെ ഇജ്അൽനി അലാ ഖസാഇനിൽ അർളി ഇന്നി അലൈഹി ഹഫീളുൻ അലീം. ഭൂമിയുടെ ഖജനാവുകൾ എന്നെ ഏൽപ്പിക്കുക, അഥവാ ഭരണം എന്നെ ഏൽപ്പിക്കുക, ഞാൻ അതിൻ്റെ വിവരമുള്ള സൂക്ഷിപ്പുകാരനാണ് എന്നാണ്. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാം ഭരിച്ച ഈജിപ്ത് ക്ഷേമം കളിയാടുകയും കടലിനക്കരെ ചെങ്കടലിൻ്റെ അക്കരെ നിന്ന് സഹോദരന്മാർ ഭക്ഷ്യധാന്യങ്ങൾ തേടി അവിടെ എത്തുകയും അങ്ങനെ അവർ തമ്മിൽ കണ്ടുമുട്ടി തിരിച്ചറിയുകയും ചെയ്തതാണല്ലോ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥയുടെ സാരാംശം. അത് സൂറത്ത് യൂസുഫിൽ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. ഇങ്ങനെ ഏത് നബിമാരെ എടുത്തു നോക്കിയാലും ചില നബിമാർ യുദ്ധം ചെയ്ത് അധികാരം പിടിച്ചാണ് സമൂഹത്തെ മാറ്റുന്നതെങ്കിൽ യൂസുഫ് നബിയെ പോലെയുള്ള ആളുകൾ വളരെ തന്ത്രപൂർവമാണ് ആ പണി ചെയ്യുന്നത്. വേറെ ചില നബിമാർ ഭരണാധികാരികൾ തന്നെയാണ്. ഇങ്ങനെ ഏത് നബിയുടെയും പ്രവർത്തനത്തിൽ എതിരാളികൾക്ക് ഇവൻ നേതാവാകാൻ നോക്കുകയാണ്, അധികാരം പിടിക്കാൻ നോക്കുകയാണ് എന്നൊക്കെ ആരോപിക്കാവുന്ന വിധമുള്ള സാമൂഹിക പരിവർത്തനത്തിനും സംസ്കരണത്തിനുമൊക്കെയാണ് നബിമാർ പണിയെടുത്തിട്ടുണ്ടാവുക. അതാണ് ഈ എതിരാളികൾ അങ്ങനെ പറയാൻ കാരണം. എല്ലാ നബിമാർക്കെതിരെയും അത്തരം ആരോപണങ്ങൾ വന്നത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. വലൗ ഷാ അല്ലാഹു ലഅൻസല മലായിക്കത്ത. പിന്നെ അവരൊരു ഫിലോസഫി ഇറക്കുകയാണ് സാധാരണക്കാരെ അവരുടെ ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടി. അത്യുന്നതനായ അള്ളാഹു ദൂതന്മാരെ അയക്കുകയാണെങ്കിൽ അത് ദേവന്മാരെയാണ് അയക്കുക, അഥവാ മലക്കുകളെയാണ് അയക്കുക എന്ന് അവരോട് അല്ലാഹു തആല പറഞ്ഞതുപോലുണ്ട് പറയുന്നത് കേട്ടാൽ.
അള്ളാഹു ദൂതന്മാരായിട്ട് അയക്കൽ മനുഷ്യനെ അല്ല. ഖുർആൻ മറ്റിടത്തും സൂചിപ്പിച്ച സംഗതിയാണ്. മനുഷ്യനായ അബഅസല്ലാഹു ബശറ റസൂല, ഒരു മനുഷ്യനെയാണോ അള്ളാഹു റസൂലായിട്ട് അയച്ചിരിക്കുന്നത്? അങ്ങനെ പല സ്ഥലത്തും പരിശുദ്ധ ഖുർആൻ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്ന് അവർ പറയുകയാണ്. എന്നിട്ട് മാ സമിഅനാ ബിഹാദാ ഫി ആബാഇനൽ അവ്വലീൻ, ഇങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഒരു അവസ്ഥ മുൻകഴിഞ്ഞ തലമുറകളിലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളുടെ പിതാക്കളിൽ. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജനതയ്ക്ക് മുമ്പ് നബിമാർ പലരും, സമൂഹങ്ങൾ പലരും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നതിലേക്കുള്ള ഒരു സൂചനയാണ്. ആദം അലൈഹി ഇസ്ലാമിൻ്റെയും നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെയും ഇടയിൽ ഒരുപാട് നൂറ്റാണ്ടുകൾ, ആ നൂറ്റാണ്ടുകളിലൊക്കെ പല നബിമാരും ഒക്കെ കഴിഞ്ഞു പോയിട്ട് അതിന് ശേഷം വന്ന നബിയാണ്, റസൂലാണ് നൂഹ് അലൈഹി ഇസ്ലാം എന്നത് സൂചിപ്പിക്കുന്നുണ്ട് ആ വാക്കും. ഞങ്ങളുടെ പൂർവികരിലൊന്നും ഇത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറേ തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതൊക്കെ മക്ക മുശ്രിക്കുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളാണ്. ഭരണം പിടിക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹു തആല മലക്കിനെ അയക്കുമായിരുന്നു, ഇതൊന്നും ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്നൊക്കെ. യഥാർത്ഥത്തിൽ അവർ കേട്ടിട്ടുണ്ട്. അവർ ബഹുമാനിക്കുന്ന ഇസ്മായിൽ അലൈഹി സ്വലാമും ഇബ്രാഹിം അലൈഹി സ്വലാമും ഒക്കെ റസൂലുള്ളാഹിമാരായിരുന്നു എന്നുള്ളതിൽ അവർക്കൊരു തർക്കമില്ല. അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാമിനെ പോലെ ഒരു നബിയും ജൂതന്മാർക്കുള്ളതുപോലെ ഒരു കിതാബ് ഉണ്ടായിരുന്നെങ്കിൽ ലക്കുന്ന അഹ്ദാ മിൻഹും സബീല, ഞങ്ങൾ അവരെക്കാളും കൂടുതൽ സന്മാർഗത്തിൽ ഞങ്ങളാകുമായിരുന്നു എന്നൊക്കെ അവകാശവാദം ഉന്നയിച്ചിരുന്നതും ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ്? അത് വെറുതെ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാർ എഴുതി വിടുന്ന വ്യാജ ആരോപണങ്ങളാണ്. ഇങ്ങനെ അള്ളാഹു ഇതേപോലെ സംസാരിച്ച ഒരാളെ ഞങ്ങൾ കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ആരോപണം തുടരുകയാണ്. ഇൻ ഹുവ ഇല്ലാ റജുലും ബിഹി ജിന്നത്തുൻ ഫതറബ്ബസു ഹത്താ ഹീൻ, ഇയാൾ ഭ്രാന്തനായ ഒരാളല്ലാതെയില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആരോപിച്ചിരുന്നു ജിന്നത്താണ്, ഭ്രാന്താണ് എന്ന്. ഇപ്പോഴും അന്ന് മനോവിഭ്രാന്തിയിൽ തോന്നിയതൊക്കെ ദൈവം പറയുകയാണ് എന്ന് മുഹമ്മദ് ധരിച്ചു എന്നൊക്കെയാണ്. പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ മിഷണറികൾ, അതുപോലെ തന്നെ നാസ്തികരും ഒക്കെ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെക്കുറിച്ചുമൊക്കെ കുറേ ഗവേഷണം നടത്തിയിട്ട് വലിയ വിവരമെന്നോണം എഴുന്നള്ളിക്കുന്ന സംഗതി. ഇത് പുതിയ വർത്തമാനമൊന്നുമല്ല, ആ കാടൻ കാലത്ത് ആളുകൾ പറഞ്ഞിരുന്നത് തന്നെയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ടും അതിൻ്റെ അടിത്തറയിൽ ലോകത്ത് ഒരു നാഗരികത പടർന്ന് പന്തലിച്ച് നിന്നിട്ടും വീണ്ടും പരിശുദ്ധ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കിയാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിച്ചു നോക്കിയാൽ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും റസൂൽ എന്താണ് എന്നത്. പക്ഷെ അത് ചെയ്യാതെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അന്നും അത് തന്നെയാണ് ചെയ്തത്. നൂഹ് നബി അലൈഹി സ്വലാമിനോടും അത് തന്നെയാണ് ചെയ്തത്. ഇവന് വട്ടാണ്. ഈ ജിന്നത്ത് എന്ന് പറയുന്നത്, ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു എന്നാണ് അർത്ഥം. ഫലമ്മ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബ, രാത്രി മൂടിയപ്പോൾ നക്ഷത്രം കണ്ടു എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം ആകാശത്തേക്ക് നോക്കി വർത്തമാനം പറഞ്ഞത് പറയുന്നിടത്ത് അള്ളാഹു തന്നെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ മറഞ്ഞു എന്നാണ് അർത്ഥം. ജിന്നത്ത് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്, ജുനൂൻ, മജ്നൂൻ എന്ന് പറഞ്ഞാൽ ജിന്നത്ത് ബാധിച്ചവൻ എന്നാണ്. അഥവാ ബുദ്ധി മറയുക, ബുദ്ധി മറഞ്ഞു പോകുക, വിവേകം മറഞ്ഞു പോകുക എന്ന അർത്ഥത്തിലാണ് അത് ജിന്നത്ത് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ചിലർ പറയുന്നത് ജിന്ന് ബാധിച്ചു എന്നാണ് അറബികൾ വിശ്വസിച്ചിരുന്നത് ഭ്രാന്ത് വന്നാൽ, അതുകൊണ്ടാണെന്നാണ്. അങ്ങനെ പറയുന്നതിന് സാങ്കത്യം കുറവാണ്. കാരണം വെച്ചാൽ ഏത് രോഗവും അങ്ങനെ എന്തോ ബാധയേറ്റതാണ് എന്ന് തന്നെയായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അത് ശാരീരിക രോഗമായാലും മാനസിക രോഗമായാലും ഒക്കെ. നമ്മുടെ നാട്ടിൽ പണ്ട് ഏത് രോഗം വന്നാലും അടിച്ച് പിശാച്ച് ഇറക്കുന്ന അന്ധവിശ്വാസം ഉണ്ടായിരുന്നത് പോലെ. യഥാർത്ഥത്തിൽ ആ വാക്ക് വരുന്നത് കാണാത്ത സാധനം എന്നുള്ള അർത്ഥത്തിലാണ്. ജിന്നത്ത് എന്ന് പറയുന്നത് ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു എന്നാണ്. ആ മറഞ്ഞു എന്ന അസ്ലിൽ നിന്നാണ് ജിന്നിന് ആ വാക്ക് അറബിയിൽ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാഹു അലം. എന്നിട്ട് ഫതറബ്ബസു ബിഹി ഹത്താ ഹീൻ, കുറച്ചു കാലം കാത്തിരിക്കൂ, കുറച്ച് കഴിയുമ്പോൾ മാറിക്കൊള്ളും, അല്പം കഴിഞ്ഞാൽ ശരിയായിക്കൊള്ളും, ഇപ്പം തൽക്കാലം അവനെ അങ്ങനെ വിട്ടേക്കൂ, അവന് വട്ടാണ് എന്ന് എതിരാളികൾ പറയുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിരുന്ന ആരോപണം നൂഹ് അലൈഹി സ്വലാമിനെ കുറിച്ചും പറഞ്ഞു. അതിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഇനിയുള്ള ആയത്തുകളിൽ
ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.